എന്നിട്ട് താങ്കൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അന്ന് എനിക്ക് ഇമ്മച്യൂർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 2 വർഷമായി കാണും എന്നൊരു താങ്കൾ അടുത്ത ലൈനിൽ മോട്ടോർ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവനും കൂടെ നോക്കി. മോട്ടർ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ പറയും, വെറുതെ ഇങ്ങനെ മോട്ടർ ആക്കാന്ന് പറയും. നിങ്ങളുടെ നാട് മൂവാറ്റുപുഴയിൽ മോട്ടോർ ആക്കാന്നൊക്കെ പറയാറുണ്ടോ പറയാറുണ്ട്. നിങ്ങളെ ആരാണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ് പറ്റിച്ചേക്കുവോ? നിങ്ങൾ അവിടെ അല്ല, അതല്ല മൂവാറ്റുപുഴ. നിങ്ങളെ പറ്റിച്ചിരിക്കുക ശരിക്കും. വേറെ എവിടെയാണ് നിങ്ങള്? അല്ല, ശരിക്കും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആണ്. അപ്പൊ അവിടെ മോട്ടർ ആക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ എന്താ പറയാ, ഇതാക്കൂലേ, ടോപ്പ് ആക്കൂലേ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇതാക്കുമ്പോ അതിന് മോട്ടോർ ആക്കുക. വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്ക്, അത് തന്നെയാണോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്നുള്ളത്. കാരണം ഞാൻ അവിടേക്ക് ഇത്ര നാള് പോയിട്ട് അങ്ങനെ മോട്ടോർ ആക്കാന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഒന്നും ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ കേട്ടിട്ടില്ല, അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ. പിന്നെ രമേശ് ചേട്ടാ, അന്നാണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് വന്നപ്പോ കാ വെച്ചിട്ട് ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ലാലേട്ടന്റെ സിനിമ പറഞ്ഞത് കാ വെച്ചിട്ടല്ല, ലാലേട്ടന്റെ സിനിമകൾ പല പേരിലായിരുന്നു. അല്ല സോറി, എന്തായാലും കാ വെച്ചിട്ട് കൊറേ എല്ലാം പോയി. സോറി ചേട്ടാ, ഇങ്ങനെ കൊറേ വെച്ച് കാ വെച്ചിട്ട് കൊറേ പേരുകൾ പറഞ്ഞില്ലേ, ഒന്ന് പറയോ? ഇല്ല, പറയല. പ്ലീസ് ചേട്ടാ, അത് ഫ്രീ പ്രൊമോഷൻ കൊടുക്കാനുള്ളതല്ല, കാശ് മേടിച്ചിട്ട് കൊടുക്കാനുള്ള ഐറ്റംസാ അത്. അതങ്ങനെ കാശ് മേടിച്ച് മാത്രം കൊടുക്കുന്ന സാധനങ്ങളാണ്. അവര് വിചാരിച്ചത് ആ പാട്ടിന് തത്തുല്യമായി എന്തെങ്കിലും ഇവിടുന്ന് വേണമല്ലോ, അങ്ങനെ വേണ്ട. അപ്പൊ രമേശ് ചേട്ടന്റെ ആണെങ്കിൽ അമർ അക്ബർ അന്തോണിയിൽ ആ നല്ലവനായ ഉണ്ണി ആ ഒരു ഹോസ്പിറ്റലിൽ കയറി വരുന്നതൊക്കെ ഭയങ്കര ഒരു വർഷമായി. അല്ല അതല്ല, അതുപോലെ ചേട്ടൻ ശരിക്കും അല്ല, കുട്ടി മോട്ടോർ ആക്കിയപ്പോ നീ മോട്ടോർ ഓഫ് ചെയ്തു. ഞാനൊന്ന് മോട്ടർ ഓഫ് ആക്കിയതാ. ചേട്ടാ ശരിക്കും ഒരു നല്ലവനായ ഉണ്ണിയാണോ എപ്പോഴെങ്കിലും? അല്ല, ഞാൻ എന്താന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെയല്ല ചേട്ടൻ കുറച്ച് ടൈപ്പാണ്. രമേശ് ചേട്ടൻ കുറച്ച് റിസർവ് ടൈപ്പ്. അർത്ഥം നിങ്ങളുടെ നാട്ടിൽ റിസർവ്ഡിന്റെ അർത്ഥം മോട്ടോർ പോലെ ആയിരിക്കും, വേറെ എന്തെങ്കിലും അർത്ഥം കാണും. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ റിസർവ്ഡിന്റെ അർത്ഥം? റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഇങ്ങനോ എന്താ പറയാ, ഒരു വൃത്തികെട്ട സാധനം. ഞാൻ ഇച്ചിരി റിസർവ്ഡാ ഉള്ള കാര്യം. ഞാൻ വളരെ സൗഹൃദ സദസ്സിലേക്ക് പിടിവിട്ട് പോകുന്നുള്ളൂ, അല്ല ഇവിടെ വിട്ടാ ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള മനുഷ്യനാ. പിന്നെ വിനീത് ശ്രീനിവാസനെ പോലെയാ, ബുദ്ധിയുണ്ട്. ഞങ്ങള് വേറെ ലീഗാ, ബുദ്ധി കൊണ്ട് കളിക്കും. ബുദ്ധി കൊണ്ട് ഞങ്ങള് കളിക്കും. രാത്രി പോയിട്ട് ചെസ് കളിക്കാം. ബുദ്ധിമാൻ. ചെസ് കളിക്കുന്ന കാര്യം പറയപ്പോഴാണ് ധ്യാൻ ചേട്ടാ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അല്ല സത്യമായിട്ട് ഡേറ്റ് പറയാം, 2-3 ആഴ്ച മുന്നേ തോന്നുന്നുണ്ട്, ഒരു ഓജ ബോർഡിന്റെ പ്രൊമോഷൻ. അല്ല ഞാൻ വിചാരിച്ചു ശരിക്കും കുട്ടമണിയുടെ സെക്കൻഡ് പാട്ടിനെ പറ്റി ആയിരിക്കും, അടികപ്പിയാരെ സെക്കൻഡ് പാട്ടിനെ പറ്റി ആയിരിക്കും. പക്ഷെ അതല്ലായിരുന്നു, അതായത് പ്രൊമോഷൻ ചെയ്യുന്നു. ഈ അടികപ്പിയാരെ കൂട്ടമണി നടക്കുമ്പോഴാണ് അതില് മുകേഷ് ഏട്ടൻ ഉണ്ടല്ലോ. അപ്പൊ ഒരു ദിവസം ബെഡായി ഷൂട്ടിന് മുകേഷ് ഏട്ടൻ വന്നിട്ട് എന്തടി ഇങ്ങനെ കാണിക്കുന്ന എന്നെ നോക്കിട്ട് ഞാൻ എന്താ ഏട്ടാ? ഇല്ല, സംഘമൊക്കെ ഇറങ്ങുമ്പോഴേ ഞാനൊക്കെ കോളേജ് പിള്ളേരായിരുന്നു, ഇപ്പൊ ചെന്നപ്പോ കോളേജ് പ്രൊഫസർ ഇവന്മാരൊക്കെ കൂടെ കുറെ പിള്ളേരിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നീയൊക്കെ നർമ്മവും ഉദ്യോഗവും കൂട്ടിയിണക്കി നവാഗതനായ വിനയ് ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആപ് കൈസേ ഹോ. അജൂസ് എബൌ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മാനുവൽ ക്രൂസ്, ഡാർവിൻ അംജിത് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മികച്ച വിജയം നേടിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ രചിക്കുന്ന ചിത്രമെന്ന നിലയിലും ഈ ചിത്രത്തിന്റെ പ്രാധാന്യം ഏറെ വലുതാണ്. ഒരു സംഘം ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെ തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു വിവാഹത്തലേന്ന് നടക്കുന്ന ആഘോഷവും അതിനിടയിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ സംഭവങ്ങൾ പൂർണ്ണമായും തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയും ഒപ്പം ത്രില്ലറായും അവതരിപ്പിക്കുന്നു.